തൃശൂർ ലോക്സഭാ മണ്ഡലം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശൂർ. BJP ജയിക്കുമെന്ന് അവർ ആവർത്തിച്ചു പറയുന്ന മണ്ഡലമായതുകൊണ്ടും സുരേഷ് ഗോപി മത്സരിക്കുന്ന മണ്ഡലം എന്നതുകൊണ്ടും അതിനേക്കാളും ഉപരി BJP ജയിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിൽ കേന്ദ്ര മന്ത്രിമാരുൾപ്പെടെ ആരൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് JP നദ്ദ എന്നിവർ തുടങ്ങി BJPയുടെ ഏറ്റവും മുതിർന്ന നേതാക്കൾ പ്രചാരണത്തിന് എത്തുകയും എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന മണ്ഡലം. ഇനിയും അവർ വരും എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ തൃശൂർ വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രമായി മാറിയിട്ടുണ്ട്. BJP കേരളത്തിൽ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്ന പ്രധാന മണ്ഡലങ്ങളിൽ ഒന്ന് തൃശൂരായി മാറുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഈ മണ്ഡലത്തിൽ BJP ഉണ്ടാക്കിയ ഒരു കുതിപ്പുണ്ട്. ഏകദേശം 1.5 ലക്ഷത്തിലധികം വോട്ട് നേടിക്കൊണ്ട് സുരേഷ് ഗോപി ഒരു കുതിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കുതിപ്പ് വീണ്ടും നടത്താമെന്നും അങ്ങനെ 1ാം സ്ഥാനത്ത് എത്താൻ കഴിയുമെന്നുമാണ് BJP കണക്ക് കൂട്ടുന്നത്. ആ കണക്ക് കൂട്ടൽ ശരിയാണ് എന്ന് കോൺഗ്രസ് സമ്മതിക്കുകയാണ് എന്നാണ് K. മുരളീധരന്റെ ഈ വാക്കുകൾ നമ്മോട് പറയുന്നത്. അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ തൃശ്ശൂരിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടിയാണ്. ആ മറുപടി കോൺഗ്രസ് തോൽവി സമ്മതിച്ചതിന് തുല്യമാണ് എന്നാണ് ഇപ്പോൾ കേരളത്തിൽ ചർച്ചയായി മാറിയിരിക്കുന്നത്. കേന്ദ്രത്തിനെ കുറിച്ച് ഒരു പരാതിയില്ല. 8-ാം തീയതി സമരം ചെയ്യാൻ പോവാണ് കേന്ദ്രത്തിനെതിരെ എന്ന മുഖ്യമന്ത്രി പ്രധാനമന്ത്രി അടുത്ത് കിട്ടിയിട്ട് പോലും അതിനെക്കുറിച്ച് കമാശം വേണ്ടിയിട്ടില്ല. അപ്പോൾ അന്തർധാര വ്യക്തമായി കഴിഞ്ഞു. തൃശ്ശൂർ ഏതാണ്ട് CPIനെ കുരുതി കൊടുക്കാൻ തീരുമാനിച്ചു. BJPയുടെ കണക്കുകൂട്ടലോടൊപ്പം ജയിക്കുമെന്ന BJPയുടെ പ്രതീക്ഷയോടൊപ്പം കോൺഗ്രസ് കൂടി ചേർന്നു. കോൺഗ്രസ് അത് വിശ്വസിക്കുകയാണോ? കോൺഗ്രസ് സ്ഥാനാർത്ഥി TM പ്രതാപൻ അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥി അവിടെ തോൽവി സമ്മതിച്ചു എന്ന് പറയാതെ പറയുകയാണ് K. മുരളീധരൻ തൻ്റെ വാക്കുകളിലൂടെ. അവിടെ CPM-ഉം BJPയും തമ്മിൽ ഒരു അന്തർധാര രൂപപ്പെട്ടിരിക്കുന്നു. ആ അന്തർധാര രൂപപ്പെടുമ്പോൾ സ്വാഭാവികമായും BJPക്ക് CPM വോട്ട് ലഭിക്കും. അതിന് കാരണം വീണാ വിജയനും മുഖ്യമന്ത്രിക്കെതിരെയും ഒക്കെ ഉയർന്നു വന്നിരിക്കുന്ന ഇപ്പോഴത്തെ ആരോപണങ്ങളാണ്. ആ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടണം. അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് തൃശ്ശൂർ ബലി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു CPIയും. അങ്ങനെ CPI സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കുക. CPI എന്ന ഘടകകക്ഷിയെ കുരുതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു CPM എന്നാണ് K. മുരളീധരൻ പറയുന്നത്. എന്ന് വെച്ചാൽ തോൽവി സ്വയം സമ്മതിക്കുകയാണ് K. മുരളീധരൻ തൃശ്ശൂരിൽ. അദ്ദേഹം തൃശ്ശൂരിനെ അറിയുന്ന ആളാണ്. തൃശ്ശൂർ മണ്ഡലത്തെക്കുറിച്ച് നന്നായി അറിയുന്ന ആൾ കൂടിയാണ് K. മുരളീധരൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ അങ്ങേ തള്ളിക്കളയാൻ കഴിയില്ല. അതിൽ ചില സത്യങ്ങളുണ്ട് എന്നത് ഒരു വസ്തുതയായതുകൊണ്ടാണ്. കാരണം കോൺഗ്രസ് അവിടെ തോൽവി സമ്മതിച്ചിരിക്കുന്നു എന്ന്. കോൺഗ്രസ് അവിടെ തോൽവി സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ K. മുരളീധരന്റെ വാക്കുകളിൽ നിന്ന് തന്നെ BJP അവിടെ ജയിക്കുമെന്ന് കോൺഗ്രസ്സുകാർ തന്നെ വിശ്വസിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ കോൺഗ്രസ് വോട്ടുകൾ ഇത്തവണ BJPക്ക് അനുകൂലമായി മറിയും എന്ന് പറയാതെ പറയുക കൂടിയാണ് K. മുരളീധരൻ ചെയ്യുന്നത് എന്ന് മറന്നു പോകരുത്. നമുക്കറിയാം എന്താണ് ആ മണ്ഡലത്തിന്റെ അവസ്ഥ. കഴിഞ്ഞ തവണ TN പ്രതാപനായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി. അദ്ദേഹം അവിടെ ജയിച്ചത് 93,633 വോട്ടിനാണ്. 93,633 വോട്ടിന്. ആകെ അദ്ദേഹം നേടിയിരിക്കുന്ന വോട്ട് 4,15,089 വോട്ടാണ്. 4,15,089 വോട്ട്. തൊട്ടടുത്ത് നിൽക്കുന്ന CPI സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസ് അദ്ദേഹത്തിന് നേടിയിരിക്കുന്നത് 3,21,456 വോട്ടാണ്. എന്ന് വെച്ചാൽ ഭൂരിപക്ഷം 93,633 വോട്ട്, ഏകദേശം 1 ലക്ഷത്തോളം ഭൂരിപക്ഷം നേടിയാണ് TN പ്രതാപൻ അവിടെ ജയിച്ചത്. ആ TN പ്രതാപൻ അവിടെ തോൽക്കുമെന്നും പകരം BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ് അവിടെ മത്സരിക്കുക എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. സുരേഷ് ഗോപി ജയിച്ചു വരും എന്ന് പറയുന്നത് K. മുരളീധരൻ എന്ന കോൺഗ്രസ് നേതാവാണ്. കഴിഞ്ഞ തവണ സുരേഷ് ഗോപിക്ക് ആ മണ്ഡലത്തിൽ ലഭിച്ച വോട്ട് 2,93,822 വോട്ടാണ്. 2014 ലോക്സഭാ ഇലക്ഷനിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച KP ശ്രീശന് ആ മണ്ഡലത്തിൽ ലഭിച്ച വോട്ട് 1,02,681. 1,02,681. അത് സുരേഷ് ഗോപി മത്സരിച്ചപ്പോൾ 2,93,822 വോട്ടായി വർദ്ധിച്ചിട്ടുണ്ട്. ഏകദേശം 2 ലക്ഷത്തോളം വോട്ടുകളുടെ വർധന നേടിയെടുക്കാൻ സുരേഷ് ഗോപി കഴിഞ്ഞിട്ടുണ്ട്. അതൊരു കുതിച്ചുചാട്ടം തന്നെയാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ 2014
17.5% വോട്ടിന്റെ വർധനവാണ് നേടിയത് സുരേഷ് ഗോപി. ആ കുതിപ്പ് അതുപോലെ തുടരാൻ കഴിയുമെന്നാണ് BJP നേതൃത്വം കണക്കുകൂട്ടുന്നത്. ആ 17% വീണ്ടും ഒരു 17%ത്തിലേക്ക് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ജയിച്ചു വരാം. ഒരു 2 ലക്ഷം വോട്ട് കൂടി അല്ലെങ്കിൽ 1.5 ലക്ഷം വോട്ട് കൂടി നേടാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞാൽ ജയിച്ചു വരാം എന്ന കണക്കുകൂട്ടലിലാണ് BJP ഉള്ളത്. BJP അതിനുവേണ്ടി എല്ലാ പണിയും എടുക്കുന്നു. അടിസ്ഥാനപരമായി അവർ ബൂത്തുകളിൽ പ്രവർത്തിക്കുന്നു, അവരുടെ RSS ശാഖകൾ പ്രവർത്തിക്കുന്നു, സംഘടനാപരമായി നല്ല കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് പോകാൻ അവർ ശ്രമിക്കുന്നു, ഒക്കെയുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര നേതൃത്വം എന്ന് വെച്ചാൽ നരേന്ദ്രമോദി, അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ തൃശ്ശൂരിൽ വന്നും പോയി കൊണ്ടുവിരിക്കുന്നു. അവിടെയെല്ലാം സുരേഷ് ഗോപി ഉണ്ട് എന്നതുകൂടി നാം മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ ജയിക്കും എന്ന പ്രതീക്ഷ BJP നേതാക്കൾക്കുണ്ട്. ആ പ്രതീക്ഷ അതേപോലെ വെച്ചു പുലർത്തുകയാണ് ചെയ്യുന്നത് നമ്മുടെ കെ മുരളീധരൻ, കോൺഗ്രസ് നേതാവ്. നാം ആലോചിച്ച് നോക്കണം, ആർ തമ്മിലാണ് അന്തർധാര പ്രവർത്തിക്കുന്നത്. കോൺഗ്രസിന്റെ വോട്ടുകൾ BJPക്ക് മറിയുമെന്ന് പറയാതെ പറയുകയാണ് ചെയ്യുന്നത് കെ മുരളീധരൻ എന്ന കാര്യം മറന്നു പോകരുത്. അന്തർധാര CPIM-ഉം BJP-യും തമ്മിലല്ല, അന്തർധാര കോൺഗ്രസ് പ്രവർത്തകരും BJP പ്രവർത്തകരും തമ്മിലാണ്. കോൺഗ്രസ് പ്രവർത്തകർക്ക് എളുപ്പം കയറിക്കൂടാൻ പറ്റുന്ന, എളുപ്പം വോട്ട് ചെയ്യാൻ പറ്റുന്ന ചിഹ്നമായി, പാർട്ടിയായി BJP മാറിയിട്ടുണ്ട് എന്ന് അഖിലേന്ത്യാ തലത്തിൽ തന്നെ കാര്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും BJP-യോടൊപ്പമാണ് എന്ന കാര്യം സംശയമേയില്ല. BJP-യോടൊപ്പം നിൽക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെ നമുക്ക് ഒരുപാട് കാണാൻ കഴിയും. പകൽ കോൺഗ്രസും രാത്രി BJP-യുമായി പ്രവർത്തിക്കുന്നവർ. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ കോൺഗ്രസിന്റെ തോൽവി സമ്മതിച്ചുകൊണ്ട് കെ മുരളീധരൻ നടത്തിയ പ്രസ്താവന കേരളത്തിലെ കോൺഗ്രസ്, ആ കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്നുകൂടി വിളിച്ചു പറയുന്നതാണ്.